പ്രിയപ്പെട്ടവരെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ യാക്കോബിനെ കുറിച്ചുള്ള ഭാഗങ്ങളുടെ ഒരു ആമുഖം ചുരുക്കമായിട്ട് പറഞ്ഞിരുന്നു. ഇനിയിപ്പോൾ നമ്മൾക്ക് 28-ാം അധ്യായത്തിലോട്ട് കടക്കാം. യാക്കോബ് 10 മുതലുള്ള ആ വാക്യങ്ങൾ 9 വരെയുള്ളത് നമ്മൾ നേരത്തെയൊക്കെ കഴിഞ്ഞ തവണയൊക്കെ എടുത്തിട്ടുള്ളതാണ്. അപ്പം 10 യാക്കോബ് ബേർഷേബയിൽ നിന്ന് ഹാരാനിലേക്ക് പുറപ്പെട്ടു. സൂര്യൻ അസ്തമിച്ചപ്പോൾ അവൻ വഴിക്ക് ഒരിടത്ത് തങ്ങുകയും രാത്രി അവിടെ ചെലവഴിക്കുകയും ചെയ്തു. ഒരു കല്ലെടുത്ത് തലയ്ക്ക് മീതെ വെച്ച് അവൻ ഉറങ്ങാൻ കിടന്നു. അവന് ഒരു ദർശനമുണ്ടായി. ഭൂമിയിൽ ഉറപ്പിച്ചിരുന്ന ഒരു ഗോവണി അതിൻ്റെ അറ്റം ആകാശത്ത് മുട്ടിയിരുന്നു. ദൈവദൂതന്മാർ അതിലൂടെ കയറുകയും ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നു. ഗോവണിയുടെ മുകളിൽ നിന്നുകൊണ്ട് കർത്താവ് അരുളി ചെയ്തു, ഞാൻ നിൻ്റെ പിതാവായ അബ്രാഹത്തിൻ്റെയും ഇസാക്കിൻ്റെയും ദൈവമായ കർത്താവാണ്. നീ കിടക്കുന്ന ഈ മണ്ണ് നിനക്കും നിൻ്റെ സന്തതികൾക്കും ഞാൻ നൽകും. നിൻ്റെ സന്തതികൾ ഭൂമിയിലെ പൂഴി പോലെ എണ്ണമറ്റവരായിരിക്കും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നിങ്ങൾ വ്യാപിക്കും. നിന്നിലൂടെയും നിൻ്റെ സന്തതികളിലൂടെയും ഭൂമിയിലെ ഗോത്രങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടും. ഇതാ, ഞാൻ നിന്നോടുകൂടെയുണ്ട്. നീ പോകുന്നിടത്തെല്ലാം ഞാൻ നിന്നെ കാത്തുരക്ഷിക്കും. നിന്നെ ഈ നാട്ടിലേക്ക് തിരികെ കൊണ്ടുവരും. നിന്നോട് പറഞ്ഞതൊക്കെ നിറവേറ്റുന്നതുവരെ ഞാൻ നിന്നെ കൈവിടുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് യാക്കോബ് പുറപ്പെട്ടപ്പോൾ യാക്കോബിനോട് പറയുന്നതാണ്, സ്വപ്നത്തിൽ പറയുന്ന കാര്യമാണ്. അപ്പോൾ യാക്കോബ് ഇവിടെ നമുക്കിനിയും പറയാനുള്ളത്, യാക്കോബ് ഇവിടുന്ന് പുറപ്പെടുന്നത് വീട്ടിൽ നിന്ന് ഹാരാനിലേക്ക് പോവുകയാണ്. അമ്മയുടെ ഉപദേശമാണ്. അത് ഇസ്ഹാക്കിനെ കൊണ്ട് സമ്മതിപ്പിച്ചു. ഈ അനുഗ്രഹങ്ങളൊക്കെ വാങ്ങി ഒരുപാട്. അപ്പോൾ അതായത് മൂത്ത സന്താനത്തിന് ഏശാവിന് കൊടുക്കാനുള്ള അനുഗ്രഹം ആണ് യാക്കോബിന് കിട്ടിയത്. അത് തട്ടിയെടുത്തതാണ്. പക്ഷേ കാരണം ദൈവ നിശ്ചയവും കൂടെ ആയിരുന്നു. പക്ഷേ തട്ടിപ്പിൽ കൂടി നേടാൻ പാടില്ലായിരുന്നു. അപ്പോൾ യാക്കോബ് ഇതെല്ലാം ചെയ്ത് ഈ ചതിയും വഞ്ചനയും ഒക്കെ ആയിട്ടുള്ള ഇതെല്ലാം ഒരു എന്താ പറയുന്നത്, അതൊരു ക്രൂരത തന്നെയാണ്. അപ്പോൾ അത് ദൈവത്തിന് ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അതും അപ്പോൾ ഇതിൻ്റെ എല്ലാം ഈ വേദനകൾ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയാണ്, തികട്ടി വരികയാണ് കുറ്റബോധം. അപ്പോൾ അങ്ങനെയുള്ള ക്ഷീണം, യാത്രയുടെ ക്ഷീണം, ഇതെല്ലാം കൊണ്ട് അദ്ദേഹം ഉറങ്ങിപ്പോയി എന്നാണ് പറയുന്നത്. അപ്പോൾ യാക്കോബിനെ അടിസ്ഥാനമാക്കിയിട്ട് ഈ അധ്യായത്തിൽ നമ്മൾ പറയുന്നത് പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് ഇങ്ങോട്ട് പറയുന്നത്. ഈ ഒരു അധ്യായമല്ല, ഇനിയുള്ളതിനെല്ലാം കൂടെ അടിസ്ഥാനമാക്കിയാണ് ഞാൻ പറയുന്നത്. 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളതാണ് ഗ്രന്ഥകാരൻ പറയുന്നത്. ഒന്ന്, അധാർമികമായ നേട്ടങ്ങൾ, അങ്ങനെ സമ്പാദിച്ച് നേടിയ നേട്ടങ്ങളും അനുഗ്രഹങ്ങളും നിലനിൽക്കയില്ല. അധാർമികമായിട്ടാണ് ഈ യാക്കോബ് ഒക്കെ നേടിയത്, അനുഗ്രഹങ്ങളൊക്കെ വാങ്ങിച്ചത്. നല്ല തികഞ്ഞ കള്ളിയെ പോലെ പെരുമാറിയ അമ്മ റബേക്കായുടെ ഉപദേശാനുസരണം ആണ് പിതാവിനെ, അതായത് റബേക്കായുടെ ഭർത്താവായി ഇസ്ഹാക്കിനെ വഞ്ചിച്ച് അനുഗ്രഹം നേടിയെടുക്കുകയായിരുന്നു. ആൾമാറാട്ടം നടത്തി. വഞ്ചനയാണ്, വലിയ ഒരു തെറ്റാണ്. അപ്പോൾ അത് ഇനി നമുക്ക് മനസ്സിലാക്കാവുന്ന, അങ്ങനെ ഇങ്ങോട്ട് യാക്കോബിൻ്റെ കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ അധ്യായങ്ങളിൽ ഇതെല്ലാം അവിടെ നിഴലിച്ച് കാണും. ആ അനുഗ്രഹങ്ങളൊന്നും നിലനിൽക്കുകയില്ല. അപ്പം നമുക്ക് പഠിക്കാനുള്ള കാര്യമാണ് അധാർമികമായിട്ട് നമ്മൾ നേടുന്നത്. വഞ്ചിച്ചും ചതിച്ചും കുതിയാലി വെട്ടിയും ഒക്കെ നേടുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ മറച്ച് വെച്ച്
മറ്റുള്ളവരുടെ ചിന്തകൾ, ആലോചനകളെല്ലാം വല്ലതും നേടുന്നതിനുള്ള അവർക്കുള്ള സാധ്യതകളൊക്കെ അറിഞ്ഞു വെച്ച് അത് നമ്മൾക്ക് ആയിട്ട് തട്ടിയെടുക്കുക. അങ്ങനെ ഇന്ന് പലപ്പോഴും പലയിടത്തും നടക്കുന്നുണ്ട്, പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അവർക്ക് കിട്ടേണ്ടുന്നത് എനിക്ക് കിട്ടണമെന്നുള്ള ആശയിൽ അവരെ വഞ്ചിച്ച് അത് വെച്ചിട്ട് അവരെ പറഞ്ഞ് തിരിപ്പിക്കുക. ഇത് നിനക്ക് പറ്റിയതല്ല, ഇത് കൊള്ളത്തില്ല, അല്ലെങ്കിൽ അങ്ങനെ പറ്റിയതല്ല, ഇത് ദോഷമുള്ളതാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഒരു സൂത്രത്തിൽ തട്ടിയെടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പലയിടത്തും ഉണ്ട്. അവർക്കിത് അനുഭവിക്കാൻ കഴിയത്തില്ല. അവർക്കൊക്കെ കണ്ടും കേട്ടുമൊക്കെ ഇരിക്കുന്നില്ല. അനുഭവിക്കാനായിട്ട് ദൈവം അത് അനുവദിക്കില്ല, സമ്മതിക്കുകയില്ല. അവർക്ക് സമാധാനം ഉണ്ടാകില്ല. അപ്പോൾ ഇതാണ് ഇവിടെ യാക്കോബിനും പറ്റിയത്. മനസ്സമാധാനം തീരെ നഷ്ടപ്പെട്ടാണ് അവിടേക്ക് വരിക. കുറ്റബോധമുണ്ട് നല്ലതുപോലെ. അപ്പം ദൈവം അനുവദിക്കാത്തവ ഒന്നും നിലനിൽക്കുകയില്ലെന്ന് മാത്രമല്ല, ദൈവത്തിൻ്റെ നീതി അവിടെ പ്രവർത്തിക്കും. ദൈവം എന്ന് പറയുന്നത് കുറ്റമറ്റ നീതി ഉള്ളവനാണ്. നീതി, ഏറ്റവും തികഞ്ഞ നീതി ദൈവത്തിൻ്റേതാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തിന് എത്ര പ്രിയപ്പെട്ടവനായാലും, ഇവിടെ യാക്കോബ് പ്രിയപ്പെട്ടവനായിരുന്നു. കാരണം ഗർഭത്തിലായിരിക്കുമ്പോൾ ഇരട്ട കുട്ടികളാണ്. അപ്പോഴേ ദൈവം അവൾക്ക് റബേക്ക ചോദിച്ചു, ഇതെന്തൊരു വിഷമം, 2 കുട്ടികൾ. എപ്പോഴും അവൾക്ക് താങ്ങാൻ പറ്റാവുന്ന വേദനകളും പ്രയാസങ്ങളും ഒക്കെ വയറ്റിൽ അനുഭവപ്പെട്ടപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിച്ച് ചോദിച്ചപ്പോൾ ദൈവം പറഞ്ഞു കൊടുക്കുക, 2 വംശങ്ങൾ, 2 കുട്ടികളാണ്. അത് മൂത്തവൻ ഇളയവൻ്റെ ദാസനായിട്ടേ വരികയുള്ളൂ. ഇളയവനായിരിക്കും മൂപ്പ് സ്ഥാനം, നിൻ്റെ അനുഗ്രഹം. അതായത് അനുഗ്രഹം കരസ്ഥമാക്കാൻ പോകുന്നത്, പിതാക്കന്മാരുടെ അനുഗ്രഹം പാരമ്പര്യമായിട്ട് കിട്ടേണ്ടുന്ന മൂപ്പ് സ്ഥാനം, അത് നേടുന്നത്, അത് ലഭിക്കുന്നത് അനിയനായിരിക്കും, ഇളയവനായിരിക്കും എന്ന് പറഞ്ഞത്. അപ്പോൾ ദൈവം അപ്പോഴേ തീരുമാനിച്ചു. പക്ഷേ ഇങ്ങനെ കൈക്കലാക്കണം, ഇങ്ങനെ അതിന് കിടന്ന ബുദ്ധിയൊന്നും ചെയ്യുക, അതെല്ലാം ദൈവം അങ്ങ് സഹിച്ചോളും, ദൈവം നോക്കിക്കോളും, ദൈവം തീരുമാനിച്ചല്ലേ പണ്ട് എന്നുള്ള രീതിയിലാണ് റബേക്ക ചെയ്ത്, അമ്മ ചെയ്ത്. പക്ഷേ ദൈവം അതിന് പറഞ്ഞിട്ടില്ല, ദൈവം സമ്മതിക്കുകയില്ല. എല്ലാവരും അങ്ങനെ അന്യായം, ദൈവം അറിയാത്ത, അനുഗ്രഹിക്കാത്ത. അബ്രഹാത്തിന് പറ്റിയതല്ലേ, അബ്രഹാത്തിന് ഇങ്ങനെ പറ്റി. ദൈവം അനുവദിക്കാത്ത, ദൈവം അറിയാത്ത കാര്യം ചെയ്ത് എന്താ സാറ പറഞ്ഞു കൊടുത്തും കുട്ടികളില്ല, ദീർഘനാളത്തെ വന്ധ്യത. ദൈവം കണക്കാക്കിയ സമയമായില്ല, അതിനു മുൻപേ എന്ത് ചെയ്യണം, ഒരു കുട്ടി വേണം, കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിക്കുന്നതൊക്കെ ശരിയാണ്. ദൈവം പക്ഷേ പറഞ്ഞ് വാക്ക് കൊടുത്തിട്ട് അത്രയും വിശ്വാസം വന്നില്ല. അപ്പോൾ പറഞ്ഞു, ദാസിയെ, തൻ്റെ പരിചാരികയെ, തോഴിയെ സമീപിക്കുക, അവളുമായിട്ട് ജീവിക്കുക, ശയിക്കുക, കുഞ്ഞുണ്ടാകുന്നു. അത് ദൈവം അനുവദിച്ചതല്ല, അത് സാറായുടെ ബുദ്ധിയാണ്. അബ്രഹാമും ഒട്ടും താമസിച്ചില്ല, അങ്ങനെ തന്നെ ചെയ്തു. അതായത് അന്നത്തെ കാര്യങ്ങളായിരിക്കാം, അന്നത്തെ ശൈലി അതായിരുന്നിരിക്കാം. അങ്ങനെ ഉണ്ടല്ലോ. പിന്നെ ഇങ്ങോട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും പല ഭാര്യമാരും ഭാര്യമാരും ഒക്കെ ഉണ്ടായിരുന്നതായിട്ട്. അപ്പോൾ അങ്ങനെ എന്ന് പറയുന്നത് ദൈവം അനുവദിക്കാത്ത, അതിന് ദൈവം അംഗീകരിച്ചില്ല. ഇസ്മായിലിനെ, അങ്ങനെ ഉണ്ടായ സന്താനത്തെ വേറെയാക്കി. അത് ദൈവത്തിൻ്റെ അല്ലായിരുന്നു, ദൈവം അനുവദിച്ച ഇസ്ഹാക്കിനെയായിരുന്നു. അപ്പോൾ എന്ന് പറഞ്ഞ പോലെയാണ് ഇവിടെയും സംഭവിക്കുന്നത്. ദൈവം അറിയാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിന് ദൈവം കൂട്ടിക്കത്തില്ല. അങ്ങനെ ഒരിക്കലും വിചാരിക്കേണ്ട. അതല്ലെങ്കിൽ ദൈവാലയത്തിൽ കൊടുത്തു, ഞാൻ അവിഹിതമായിട്ട് നേടിയ സ്വത്തിൻ്റെ ഒരംശം ദൈവാലയത്തിൽ കൊടുത്തു എന്ന് പറഞ്ഞുള്ള വലിയ ശിക്ഷയാണ്. അവിഹിതമായിട്ടുള്ളതും കൊള്ളരുതാത്ത അശുദ്ധമായതും ചീത്തയായിട്ടുള്ളതൊക്കെ ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് കൊടുക്കുകയല്ല, ദൈവത്തിനെ ഏൽപ്പിക്കുകയല്ല, എന്നെ കുറ്റവിമുക്തനാക്കണമേ എന്ന് പറഞ്ഞ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാൻ പോകുമ്പോൾ എന്താ ഈ ചിന്ത കുറ്റമാണെന്നുള്ളത് ദൈവം സ്വീകരിക്കത്തില്ല കേട്ടോ. അതിനും കൂടെയുള്ള ശിക്ഷ വലിയ തരും. ദൈവത്തെ കൈക്കൂലിക്കാരനാക്കുകയാണത്. അപ്പം അത് ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് പ്രിയപ്പെട്ടവരെ. അതുപോലെ തന്നെ രണ്ടാമത്തേത്, അപ്പോൾ ദൈവത്തിന് എത്ര പ്രിയപ്പെട്ടവനായാലും അത് ശിക്ഷ അനുഭവിക്കും. ശിക്ഷിച്ച് അത് അബ്രഹാത്തിന്, ഇസാക്കിനും യാക്കോബിനും എല്ലാം ബാധകമാണ്. റബേക്കായ്ക്കും വന്നു, അത് സാറായും അനുഭവിക്കേണ്ടി വന്നു. അവർക്കെല്ലാം അനുഭവിക്കേണ്ടി വന്നു അതുള്ള ശിക്ഷകൾ. ദൈവം ആഗ്രഹിക്കാത്തത് ബലാത്കാരമായിട്ട് ചെയ്യിക്കുമ്പോൾ. അതേസമയം താൻ ഇഷ്ടപ്പെടുന്നവനെ ദൈവം എന്ത് ചെയ്തു, വിളിച്ച് വേർതിരിച്ച് എടുക്കും. എടുക്കപ്പെട്ടവന് എത്ര അധപതിച്ചാലും ദൈവം അവനെ വിശുദ്ധീകരിച്ച് സ്വീകരിച്ച് താൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അവനിലൂടെ നിറവേറ്റും.
അത് ചെയ്യണം, അവനെ അതിനു വേണ്ടി നിയോഗിക്കും. ഇവിടെ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ എഫേസോസ് ർക്ക് വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 10-ാം വാക്യം പറയുന്നുണ്ട്, യേശുക്രിസ്തുവിലൂടെ നമ്മൾ പുനർസൃഷ്ടിക്കപ്പെട്ടവരാണ്. എന്തിനാ പറയുന്നത്? എങ്ങനെ പുനർസൃഷ്ടിക്കപ്പെട്ടു? എന്തിനങ്ങനെ ചെയ്തത്? ദൈവം നമ്മളെക്കൊണ്ട് ഓരോരുത്തരെ കൊണ്ടും ഓരോ ദൈവത്തെ അറിയുന്ന ഓരോരുത്തരെ കൊണ്ടും ക്രിസ്ത്യാനികളായാലും അല്ലാത്ത ദൈവത്തെ അറിയുന്ന യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ചവർ അവരിലൂടെ എന്തിനാ ദൈവം അങ്ങനെ അനുവദിച്ചത്? ദൈവം അനുവദിക്കാത്തവർക്ക് അവിടെ വരാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ആ വന്നവരിലൂടെ ചില സൽപ്രവർത്തികൾ, സ്വർഗത്തിന് തൃപ്തികരമായ പ്രവൃത്തികൾ, അനുരൂപമായ പ്രവൃത്തികൾ മനുഷ്യരുടെ ഇടയിൽ ചെയ്യേണ്ടുന്നതിന് നിന്നെ ഒരുക്കിയിരിക്കുകയാണ്. ആ സൽപ്രവൃത്തികൾക്കായിട്ട് നിന്നെ യേശു ക്രിസ്തുവിൽ നീ പുനർസൃഷ്ടിക്കപ്പെട്ടവനാണ്. അങ്ങനെ ദൈവത്തിൻ്റെ കരവേലയാണ് നമ്മൾ എന്ന് വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്. എഫേസോസ് 2 അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത് അങ്ങനെയാണ്. അപ്പം അങ്ങനെ നമ്മൾ യേശുക്രിസ്തുവിലൂടെ പുനർസൃഷ്ടി എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ ആ വിശ്വാസം വഴി നമ്മൾ ശിഷ്യരായ വഴി നമ്മൾക്ക് പരിണാമം തന്നെ സംഭവിക്കുകയാണ്. പഴയതല്ല, പുതിയതാണ്. പിന്നെ സർവ്വതും മനസ്സ് ബോധതലങ്ങളെല്ലാം ക്രിസ്തുവിന് അനുരൂപമായി, യേശുവിന് അനുരൂപമായി, ദൈവത്തിന് അനുരൂപമായി മാറുകയാണ്. അപ്പോൾ അങ്ങനെ മാറണം. അപ്പോൾ ദൈവം അങ്ങനെ മാറ്റിയെടുക്കും. അങ്ങനെ ധാരാളം ഉദാഹരണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇതുപോലെ തന്നെയാണ് യാക്കോബിൻ്റെ ജീവിതവും. ജീവിതാവസാനം വരെയും സഹനങ്ങളിലൂടെ വിശദീകരിച്ച് എന്തുമാത്രം സഹനങ്ങളാണ്. ഇതുപോലെ സഹനങ്ങളുള്ള ഒരു മനുഷ്യനെ നമുക്ക് കാണാൻ പ്രയാസമാണ്. യാക്കോബ് പൂർവ്വപിതാക്കന്മാരിൽ അബ്രഹാം സഹനങ്ങളൊക്കെ വേണ്ടി വന്നു. ഈ യാക്കോബ് ആ പ്രവൃത്തികൾ സ്വന്തം പ്രവൃത്തികൾ മൂലം അതൊക്കെ മാറ്റിയെടുക്കാൻ ഒരുപാട് സഹനങ്ങൾ വേണ്ടി വന്നു. പിന്നെ ഇസാക്കും അതുപോലെ സഹിച്ചാണ് മരിച്ചത്. പിന്നെ സഹിക്കേണ്ടി വന്നു. അടുത്തത് ജോസഫ് മാത്രമേ ഉള്ളൊരു അപവാദം. അതിനങ്ങനെ സഹിക്കേണ്ടി വന്നിട്ടില്ല, ഒരുപാടൊന്നും വന്നില്ല. ദൈവം പഠിപ്പിക്കാൻ വേണ്ടി ചില അവസരങ്ങൾ കൊടുത്തു, തിരഞ്ഞെടുത്തു കുറേ കാലം, അതേ ഉള്ളൂ. മോശയും അതുപോലെ തന്നെയാണ്. ഒരുപാട് പദം വരുത്തി അനുഭവിച്ച് അത് പദം വരുത്തിയെടുക്കണം. സ്വർണം വിശുദ്ധീകരിക്കുന്നത് പോലെ അതുപോലാണ് ഇവിടെ യാക്കോബിനെ സഹനങ്ങളുടെ കൂടെ പദം വരുത്തിയെടുക്കുകയാണ് ദൈവം പറഞ്ഞാൽ. അതൊക്കെ നമുക്ക് ഇനിയിപ്പം പഠിക്കാനുണ്ടല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെ സഹനങ്ങളിലൂടെ നമ്മളുടെ ഉള്ള സ്വാർത്ഥതകൾ, നമ്മുടേതായിട്ടുള്ള ആഭരണങ്ങളെല്ലാം ഒരുപാട് മാറ്റിയെടുത്തെങ്കിലേ പറ്റത്തുള്ളൂ. നമ്മൾ ആദരിക്കുന്ന സ്വാമി വിവേകാനന്ദജി പറഞ്ഞിരിക്കുന്ന മനുഷ്യഹൃദയം ഒരു വജ്രക്കല്ല് പോലെയാണ്, ഒരു വൈഡൂര്യ കല്ല് പോലെയാണ്. അത് പാറകളിൽ കല്ലുകൾ പൊട്ടിക്കുമ്പോഴോ അല്ലെങ്കിൽ നദിയിലൂടെയോ ഒക്കെ കിട്ടും. അപ്പോൾ അത് കാണുന്നത് എങ്ങനെയാണ്? ചെറിയ ഒരു വ്യത്യാസം മറ്റ് കല്ലുകളെക്കാളും വെള്ളക്കല്ലുകളെക്കാളും ഒക്കെ അതിനകത്ത് ഒരു വെളിച്ചം പോലെ ചിലത് അങ്ങനെ തോന്നിക്കും. അപ്പോൾ അതറിയാവുന്നവർക്കറിയാം അതിൻ്റെ ഉള്ളിൽ വിലമതിക്കാനാവാത്ത വലിയ നിധിയാണത്. അതെടുത്ത് അവരെന്ത് ചെയ്യും? അങ്ങനെ തന്നെ വയ്ക്കുമോ? അങ്ങനെ വെച്ചിരുന്നാൽ ആരും ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. എത്ര ആൾ അവർ കണ്ട് കാണും, കളഞ്ഞതായിരിക്കും. അപ്പോൾ അത് എന്ത് ചെയ്യണം? പിന്നെ കട്ട് ചെയ്ത് അതിന് ഒരുപാട് സഹനം അതിനും വേണം. അത് കട്ട് ചെയ്ത് മാറ്റണം. വേണം അത് ആവരണം വെച്ചിരിക്കുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയെടുത്ത് അതിൻ്റെ ഏറ്റവും പ്രകാശമേറിയ ആ ഭാഗങ്ങൾ വരുന്നിടം വരെ അത് മാത്രമാക്കി മാറ്റണം. പലപ്പോഴായിട്ട് കട്ട് ചെയ്ത് മാറ്റും പല വിധത്തിൽ. അങ്ങനെ എടുക്കുമ്പോഴാണ് അത് വിശദീകരിച്ച് വിലമതിക്കാനാവാത്ത ഏറ്റവും ഉന്നതമായ അമൂല്യ നിധിയായിട്ട് മാറുന്നത്. അതാണ് സ്വാമി വിവേകാനന്ദജി പറഞ്ഞത്. അദ്ദേഹത്തിന് ഇതെല്ലാം കിട്ടിയത് എവിടെ നിന്നാണെന്നോ? അതേപോലെ ബൈബിളിൽ നിന്നാണ് കേട്ടോ ഇതെല്ലാം കിട്ടിയത്. മറ്റുള്ളവരും ബൈബിള് സ്വീകരിക്കാത്തവരും വെറുക്കുന്നവരും ഒക്കെ ഒന്ന് മനസ്സിലാക്കണം. ഇവരെല്ലാം ബൈബിളിൽ നിന്നാണ് ഇതെല്ലാം അദ്ദേഹത്തിന് കിട്ടിയത്. അദ്ദേഹം പറയുന്നുണ്ട് കേട്ടോ. ഇതിനു മുൻപ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പേജുകളും പുസ്തകങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ വിവേകാനന്ദ സാഹിത്യ സർവസ്വം ഒക്കെ മുഴുവനായിട്ട് വായിക്കുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾക്കും. പ്രിയപ്പെട്ടവരെ, അതുപോലെ ഞാൻ ഒന്ന് പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് എല്ലാവർക്കും അയച്ചു കൊടുക്കണം. എല്ലാവർക്കും അയച്ചു കൊടുത്ത് ഷെയർ. നിങ്ങളുടെ ക്രിസ്ത്യാനികളാണ്, നിങ്ങളുടെ പള്ളികളിൽ
പിന്നെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾക്കെല്ലാം കൊടുത്ത് അവരെ കൊണ്ട് ഇതെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിക്കുകയും ഈ ചാനൽ ഒന്ന് സെർച്ച് ചെയ്ത് എടുത്ത് അത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോകളൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് അത് എടുക്കണം. എല്ലാവർക്കും അതങ്ങനെ ചെയ്യണം. കാരണം എല്ലാവരും ഒന്ന് അറിയട്ടെ. എനിക്കൊന്നും നേടാനല്ല, ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇതൊക്കെ നേട്ടമാകുന്ന അറിയുന്നതാണ് എനിക്കും സന്തോഷം. എൻ്റെ നേട്ടം അതാണ്. അപ്പോൾ അങ്ങനെ കുറവുകൾ ഇപ്പോൾ കർത്താവ് പുതിയ നിയമത്തിൽ നമ്മളെ കുറവുകളൊക്കെ നീക്കണം. അത് കർത്താവ് പറഞ്ഞ ആരാ അതിനു വേണ്ടി മാതൃകയായിട്ട് എടുത്ത് നമുക്ക് കാണിച്ചു തരുന്ന ഏതാണ്? അപ്പസ്തോലന്മാരെ തന്നെയാണ് നോക്കേണ്ടുന്നത്. 12 അപ്പസ്തോലന്മാരെ എടുത്തത്. ഇവരൊക്കെ ഒരുപാട് കുറവുകളുള്ളതല്ലേ, വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരല്ലേ എല്ലാവരും തന്നെ. അപ്പോൾ ഇവരിലൊക്കെ എന്നിട്ട് അപ്പോൾ അവരുടെ കുറവുകളെല്ലാം പരിഹരിച്ച് ഇങ്ങനെ വന്ന് 3.5 വർഷം അവർ പദം വന്നു. എന്നിട്ട് ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ടും സ്വർഗത്തിൽ പോയിട്ട് വന്നിട്ട് എന്ത് ചെയ്തു? അവരുടെ കൂടെ 40 ദിവസം പിന്നെയും താമസിക്കേണ്ടി വന്നു. സ്ഥിരമായ സ്വർഗാരോഹണത്തിന് വേണ്ടി അവിടെ താമസിക്കേണ്ടി, ഇവരെ പഠിപ്പിക്കാൻ വേണ്ടി എന്തുമാത്രം അവർ ത്യാഗങ്ങൾ സഹിച്ചു. അവരുടെ ജീവിതത്തിൽ പിന്നെ അങ്ങോട്ട് സഹനങ്ങളല്ലാതെ എന്തെങ്കിലും ഉണ്ട്. ആ സഹനങ്ങൾ അവരുടെ സന്തോഷമായിരുന്നു. അതാണ് നമ്മളുടെ ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുമ്പോൾ. സഹനങ്ങൾ സന്തോഷമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി, സ്വന്തം കാര്യം നേടാൻ വേണ്ടി സഹിക്കുന്നതല്ല, മറ്റുള്ളവർക്ക് വേണ്ടി, മനുഷ്യരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നതിന് വേണ്ടി സഹിക്കുന്ന സഹനങ്ങൾ അനുഗ്രഹകരമാണ്. അത് സന്തോഷകരമായി മാറണം. നമ്മളെ മിഷണറിമാരും സുവിശേഷകരും മിഷൻ പ്രവർത്തനങ്ങളും എല്ലാം ചെയ്യുന്നത് അത് തന്നെയാണ്. പക്ഷേ അതായത് ലോകത്തിൻ്റെ സന്തോഷവും സമാധാനവും അല്ല നമ്മൾ അത് വില വയ്ക്കുന്നത് പോലല്ല. ഇപ്പോൾ കർത്താവ് അങ്ങനെയൊക്കെ ഉള്ളവരെയാണ് തിരഞ്ഞെടുത്ത ശിഷ്യന്മാരെ. ഇപ്പോൾ ലോകമാണെങ്കിൽ അങ്ങനെയല്ല. ഉന്നത കുലജാതരെയും അല്ലെങ്കിൽ വലിയ സ്ഥാനമാനങ്ങളൊക്കെ ധാരാളം ഉള്ളവരെയും അങ്ങനെ പാരമ്പര്യങ്ങൾ ധാരാളം ഉള്ളവരെയൊക്കെയാണ് തിരഞ്ഞെടുക്കുന്നത്. കർത്താവ് അങ്ങനെയല്ല, ഒന്നുമില്ലാത്തവരെ. കാരണം ദൈവത്തിന് അവരെ കൊണ്ട് ഒന്നിനും കഴിയത്തില്ല എന്ന് മനുഷ്യർക്കറിയാം. അപ്പോൾ തീർത്തും അങ്ങനെ തന്നെയാണ്. അത് അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ദൈവം ഇടപെടുന്നത്. ഇവരിലാണ് ഏറ്റവും ഉയർച്ച ഉണ്ടാകുന്നത്. അവരെയാണ് ഉയർത്തുന്നത്. മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ളത്. അപ്പോൾ ഈ വലിയ ഇതിലെല്ലാം ദൈവം അങ്ങനെ വലിയ ഉന്നത സ്ഥാനത്ത് അതൊന്നും കർത്താവ് ഒന്നും കർത്താവ് സ്വീകരിക്കുന്നില്ല. അങ്ങനെ ഉള്ളവരെ എന്ത് ചെയ്യണം? അതെല്ലാം കളയണം. അത് ലൂക്കായുടെ സുവിശേഷത്തിലും മറിയം പറയുന്നുള്ള സ്തുതിച്ചുകൊണ്ട് ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് താഴെയിട്ടു, അവരെ തള്ളി താഴെ ഇട്ടിട്ടു. എന്നിട്ട് ബാക്കിയുള്ളവരെ ബലഹീനരെ അവിടുന്ന് ഉയർത്തി. അതാണ് പറയുന്നത്. നമ്മൾക്ക് മനുഷ്യദൃഷ്ടിയിലുള്ള കാഴ്ചപ്പാടല്ല, വീക്ഷണമല്ല ദൈവത്തിൻ്റേതെന്ന് മനസ്സിലാക്കണം. അപ്പോൾ അല്ലെങ്കിൽ യാക്കോബിനെ കളയാമല്ലോ, അങ്ങനല്ല. കർത്താവ് കൊടുത്ത വാഗ്ദാനം നിറവേറണം അവനിലൂടെ. പക്ഷേ അവൻ്റെ ഈ വളരെ താഴികകളൊക്കെ മാറണ്ടേ. അതാണ് നമ്മളെ ഓരോരുത്തരെയും പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അങ്ങനെ താഴ്ത്തുന്നവരെ ശുദ്ധീകരിച്ച കർത്താവ് നേതൃസ്ഥാനത്തേക്ക് കൊണ്ടുവരാനും. അപ്പോൾ യാക്കോബിൻ്റെ അതാണ് ഇവിടെ ആ ഗോവണി സ്വപ്നം യാക്കോബിൻ്റെ. പിന്നെ അങ്ങോട്ട് കാണുന്നത് ആ 10-ാം വാക്യം മുതൽ അപ്പം ഞാൻ വായിച്ചത് ആ ഗോവണി സ്വപ്നം. യാക്കോബിൻ്റെ മനസ്സ് കുറ്റബോധം നിറഞ്ഞ് അങ്ങ് തീർത്ത് ക്ഷീണിതനും അവശനും. കാരണം ഇനി അങ്ങോട്ട് പോകുന്നത് എങ്ങനെ? അമ്മാവൻ്റെ അടുക്കലോട്ട് പോകുമ്പോൾ അമ്മാവൻ എങ്ങനെയായിരിക്കും സ്വീകരിക്കുന്നത്? ഉദ്ദേശങ്ങൾ സാധിക്കുമോ? ഇതിനൊന്നും ഒരു ഉറപ്പുമില്ല, ഒരാശയുമില്ല. അവിടുത്തെ അമ്മയും ഒക്കെ പറഞ്ഞതുപോലെ അങ്ങ് പോകുന്നു, പോയി വിവാഹം പെണ്ണ് ചോദിക്കുന്നു, വിവാഹം കഴിക്കാൻ താല്പര്യപ്പെടുന്നു. അവിടെ നിന്ന് അവിടെ കുറച്ച് നാൾ അങ്ങനെ താമസിച്ചിട്ട് തിരിച്ചു വരാനാണ് അമ്മയും അപ്പനും ഒക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് വർഷങ്ങൾ താമസിച്ചിട്ട് അപ്പോൾ അവർ 2-3 വർഷം അല്ലെങ്കിൽ അല്പം കാലങ്ങൾ എന്നേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവിടെ ഇങ്ങനെയുള്ള ഒരു സ്വസ്ഥതയില്ലാത്ത മനസ്സ്, ഭാരം നിറഞ്ഞ മനസ്സുമായിട്ടാണ് ഉറങ്ങാൻ കിടക്കുന്നത്. അവിടെ ആ രാത്രിയിൽ ഇനി ഇവിടെ ഉറങ്ങി ക്ഷീണം മാറ്റിയിട്ട് പോകാമെന്ന് വിചാരിച്ച് യാക്കോബ് കിടന്നത്. അപ്പോഴാണ് ഈ സ്വപ്നം. അപ്പം നല്ല ഗാഠനിദ്രയിലാണ്. ഒരു കല്ലെടുത്ത് തലയണയായിട്ട് വെച്ചെന്ന് കാണുന്നത് സാധാരണ. പക്ഷേ അതിൻ്റെ മൂലപദത്തിന് തലയണയെന്നല്ല, തലയണയെന്ന് മാത്രമല്ല, തലയണയെന്നും അല്ലെങ്കിൽ
കിടക്ക കിടക്കുന്നതിന് എടുക്കുന്നതിന് നീളമുള്ള. അപ്പോൾ നമുക്കത് പറയണമെങ്കിൽ തന്നെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. കിടക്കുന്ന അന്ന് തലയണയാണെന്നുള്ളത് നമുക്ക് തീർത്ത് പറയാനില്ല. തലയ്ക്ക് കീഴെ 18 യാക്കോബ് അതിരാവിലെ എഴുന്നേറ്റ് തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ലെടുത്ത് ഒരു തൂണായിട്ട് കുത്തി നിർത്തി. അപ്പോൾ ഒരു തൂണായിട്ട് കുത്തി നിർത്തുന്നത് തലയണയാണെങ്കിൽ ഇച്ചിരി അന്നത്തെ മനുഷ്യരൊക്കെ നമ്മുടെയൊക്കെ ഒരു 2 മടങ്ങ് ഉയരവും വണ്ണവും ഒക്കെ ഉള്ളവരൊക്കെ ആയിരിക്കണം എന്ന് വെച്ചു ആണ് അങ്ങനെ തന്നെ. അപ്പം പണ്ട് കാരണത്തെ എത്ര വർഷമാണ് അത് 5000-6000 വർഷങ്ങൾക്ക് മുമ്പുള്ള കഥകൾ. അപ്പം ഇനി 22-ാം വാക്യത്തിൽ തൂണായിട്ട് കുത്തി നിർത്തിയിരിക്കുന്ന ഈ കല്ല് ദൈവത്തിൻ്റെ ഭവനമായിരിക്കും. തൂണായിട്ട് കുത്തി നിർത്തിയിരിക്കും. അപ്പോൾ തൂണായിട്ട് കുത്തി നിർത്തണമെങ്കിൽ തലയണയുടെ വലിപ്പമൊന്നുമല്ല. തലയണയ്ക്ക് വെച്ച കല്ല് തന്നെ ആയിരിക്കണമെന്നില്ല. ബൈബിളിലെല്ലാം പരിഭാഷയിലായിരിക്കും അങ്ങനെ വന്നത്. അപ്പം കിടക്കുന്നത് മണ്ണിലാണോ കിടക്കുന്നത്? ആയിരിക്കത്തില്ല തീർച്ചയായും. വേറെ ഒന്നുമില്ലാതെ ഒരു ഉടുത്ത തുണിയുമായിട്ടാണ് പോകുന്ന ഒരു കമ്പുമായിട്ട്. അപ്പോൾ എന്ത് ചെയ്യണം? കിടന്ന കല്ലായിരിക്കും, നീളമുള്ള അതിനൊക്കെ നീളവും വീതിയൊക്കെ ഉള്ള ഒരു കല്ല് കണ്ട് കാണും, അതിലായിരിക്കും കിടന്നത്. പക്ഷേ തലയണയിൽ ബൈബിളിൽ എഴുതിയപ്പോൾ നമ്മൾ അതിനെ മാനിക്കുക. അങ്ങനെ 2 അർത്ഥമുള്ള ഒരു വാക്കിൽ അർത്ഥം നമ്മൾ യുക്തിക്ക് ചേർന്ന് തിരഞ്ഞെടുക്കണം. അപ്പോൾ ആ കല്ല് കുത്തി നിർത്തി അതിൽ ആണ് പിന്നെ എണ്ണ ഒഴിച്ച് ബലിയർപ്പിക്കുന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ ദൈവത്തിനെ പ്രതിജ്ഞ ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്ന് ഗാഠനിദ്രയില്ല. ഈ പ്രയാസഭാരങ്ങളെല്ലാം കൂടെ നമ്മൾക്കും അങ്ങനല്ലേ, പ്രയാസഭാരങ്ങളെല്ലാം ആകുമ്പോൾ മനസ്സിന് ആ ഭാരങ്ങളെല്ലാം കൂടെ ആകുമ്പോൾ പെട്ടെന്ന് ഉറങ്ങും. അപ്പോഴാണ് ഇവിടെ ഒരു സ്വപ്നം കാണുന്നത്. ഭൂമിയിൽ ചുവടുറപ്പിച്ച ഒരു ഗോവണി സ്വർഗത്തിലേറ്റതാണ് മറ്റേ അറ്റം. അപ്പോൾ ഇവിടെ ഭൂമിയിലാണ് ഉറച്ചിരിക്കുന്നത്. അപ്പോൾ അതിലൂടെ മാലാഖമാർ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നു. അപ്പം അത് സ്വർഗമാണ്. മാലാഖമാർ കയറി ഇറങ്ങുകയും ചെയ്യുന്ന സ്വപ്നമാണല്ലോ. അപ്പോഴെന്താ അവർ ഭൂമിയിലോട്ട് വരുന്നു. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു ഭൂമിയിൽ വന്നതിൻ്റെ ഒരു പ്രോട്ടോടൈപ്പായിട്ടാണ് ബൈബിളിൽ ഇത് പറയുന്നത്. നമ്മളെ വേദശാസ്ത്ര പണ്ഡിതർ എല്ലാ വേദശാസ്ത്രത്തിലെല്ലാം പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. അതാണ് ശരി തന്നെയാണ് താനും, അല്ലെങ്കിൽ അത് കാണണ്ട. അപ്പം മാലാഖമാരെല്ലാം കയറി ഇറങ്ങുന്നു. ദൈവത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരാനുള്ള ആ ഗോവണി അതിനൊരു മാധ്യമമായിരിക്കുകയാണ്. അതിൽ കൂടെ വേണം സ്വർഗത്തിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ. അത് ദൈവത്തിൽ നിന്നാണല്ലോ യേശു വന്നത്. യേശുവും പൂർണ്ണനായ ദൈവമായിരുന്നു. വിശുദ്ധ തൃത്വത്തിൻ്റെ ആ തീരുമാനത്തിൽ മനുഷ്യനായിട്ട് അവതരിച്ച് ഈ മനുഷ്യനായിട്ട് തന്നെ ജീവിച്ച് മനുഷ്യൻ്റെ പാപങ്ങൾ നീക്കി അവനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു. ഇവിടെ യാക്കോബും ഇതുപോലെ ശുദ്ധീകരിക്കപ്പെടണമായിരുന്നു. ഈ സ്വർഗത്തിലേക്കോട്ട് വരണമെങ്കിൽ അവനുള്ള മാലിന്യങ്ങളെല്ലാം നീക്കണമായിരുന്നു. എന്നിട്ട് അപ്പോൾ അങ്ങനെ നീക്കാൻ ദൈവം കൂടെ ഉണ്ട്. അതാണ് നമ്മൾ വായിച്ചത്. ഞാൻ നിൻ്റെ കൂടെ ഈ വാഗ്ദാനങ്ങളെല്ലാം നിറവേറ്റുന്നിടം വരെ അതെല്ലാം നിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞത്. അപ്പോൾ ഗോവണി അവൻ്റെ ആ ഉത്കണ്ഠകളും എല്ലാം മാറ്റാനായിരുന്നു. അപ്പം അപ്പം 12 മുതൽ 15 വരെ പറയുന്നത് ദൈവത്തിന് മനുഷ്യരുമായിട്ട് ഈ കാര്യങ്ങൾ ദൈവത്തിന് മനുഷ്യരുമായിട്ട് രമ്യതയിലാകാൻ ഞാൻ പറഞ്ഞല്ലോ അവരെ രക്ഷയ്ക്ക് വേണ്ടി ഒരുക്കണം. സ്വർഗത്തിൽ ദൈവത്തിനെ അനുരൂപരാക്കാൻ വേണ്ടി, ദൈവത്തിനോട് അനുരഞ്ജനപ്പെടാൻ വേണ്ടി പാപപരമായ ജീവിതത്തിൽ നിന്നും, ദൈവത്തെ അറിയാത്ത ജീവിതത്തിൽ നിന്നും, സൃഷ്ടവസ്തുക്കളെ ആരാധിക്കുന്ന ജീവിതത്തിൽ നിന്നും ദൈവം അവരെ ഒരുക്കി രക്ഷയായിട്ട് ദൈവവുമായിട്ട് അനുരഞ്ജനപ്പെടുത്താൻ വേണ്ടി ഭൂമിയിൽ ക്രിസ്തു അവതരിക്കുന്നതിൻ്റെ ദൈവം ഭൂമിയിൽ വരുന്നത്, അതായത് ക്രിസ്തു തന്നെ, യേശു തന്നെ ദൈവവുമാണല്ലോ. പൂർണ്ണമായ ദൈവവും മനുഷ്യനുമാണ്. അങ്ങനെ വരുന്നതിൻ്റെ ഒരു പ്രതീകമാണ് അത്. പ്രോട്ടോടൈപ്പ് എന്ന് പറയും. ഒരു ഗോവണി, അതാണ് യേശു പറഞ്ഞിട്ടില്ലേ, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിനെ ദർശിക്കുന്നില്ല. ഫിലിപ്പോസിനോട് പറഞ്ഞതല്ലേ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 14-ാം അധ്യായം 9-ാം വാക്യം യേശു പറഞ്ഞത് നമ്മൾ ഓർക്കുക. അപ്പോൾ ഈ ഗോവണി അതുപോലെ തന്നെ ഈ യാക്കോബ് ഇവിടെ
കാപട്ടി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനാണ്. യാക്കോബിൻ്റെ പേര് തന്നെ കപടത നിറഞ്ഞവൻ, വഞ്ചിക്കുന്നവൻ, കുതികാല് വെട്ടുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം തന്നെ. അപ്പോൾ ചതിയൻ ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെ 1-ാം അധ്യായത്തിൽ 43-ാം വാക്യം കർത്താവ് പറയുന്നുണ്ട്, യേശു വരുമ്പോൾ ഇതൊക്കെ പരിഹരിക്കുകയാണ്. യേശു വരുമ്പോൾ ഇതെല്ലാം ആ പഴയ നിയമത്തിലെ കുറവുകൾ നീക്കി പുതുക്കിയെടുത്ത് അത് പുതിയ ദൈവരാജ്യത്തിന് അനുരൂപമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതാണ് യേശു വന്നത്, ജനങ്ങളെ ഒരുക്കാനായിട്ട്. അങ്ങനെ വരുമ്പോൾ 43-ാം വാക്യം 1-ാം അധ്യായം യോഹന്നാന്റെ സുവിശേഷം നഥാനിയലിനോട് പറയുന്നുണ്ട്, ഇതാ കണ്ടിട്ട് പറയുന്നു, ഇതാ നിഷ്കപടനായ ഒരു ഇസ്രായേൽക്കാരൻ. അതെന്താ ഈ നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ എന്ന് പറയുന്നത്? അപ്പോൾ ഇസ്രായേൽ എന്നുള്ള പേരാരുടെ? യാക്കോബിന് കൊടുത്ത പേരാണ്, യാക്കോബിൻ്റെയാണ്. അപ്പോൾ യഹൂദജനം അറിയപ്പെടുന്നത് ഇസ്രായേൽ എന്നുള്ള പേരിലാണ്. അതാണ് ഇന്നും ഇസ്രായേലിയർ എന്നാണ് പറയുന്നത്. ഇസ്രായേലാണ് അവരുടെ രാജ്യം. ആ ഇസ്രായേലാണ് അവരുടെ പിതാവ്, ആ യാക്കോബ്. അബ്രാഹാമും ഇസ്ഹാക്കൊക്കെ ഉണ്ടെങ്കിലും യോസഫും ഉണ്ടെങ്കിലും ഇസ്രായേലിൻ്റെ പേരിലാണ്, അടിത്തറ ഇസ്രായേൽ എന്നാണ് വന്നിരിക്കുന്നത്. ഇസ്രായേലിയർ എന്ന് പറഞ്ഞെങ്കിലേ അറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പറയുന്നു, ഈ ഇസ്രായേൽ ആരായിരുന്നു? ആദ്യത്തെ ഇസ്രായേൽ യാക്കോബ് കപടത നിറഞ്ഞവൻ, കാപട്യമുള്ളവൻ. ഇവിടെ നഥാനിയേൽ ആ കാപട്യമൊന്നുമില്ലാത്ത ദൈവരാജ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഇതെല്ലാം പഠിച്ചുകൊണ്ട് പുസ്തകങ്ങളും എല്ലാം പഠിച്ചുകൊണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു നഥാനിയേൽ. ആ വർത്തമാനത്തിലും പെരുമാറ്റത്തിലും ഒക്കെ പിന്നീട് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇസ്രായേൽക്കാരനാണ് കർത്താവ് പറഞ്ഞ കപടതയില്ലാത്ത ഇസ്രായേൽക്കാരൻ. മുൻ ഇസ്രായേൽ കാപട്യം നിറഞ്ഞായിരുന്നു. കർത്താവ് ശുദ്ധീകരിച്ചെടുക്കാൻ ഒരുപാട് ഒരുപാട് പാടുപെടേണ്ടി വന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ അത് ചുരുക്കുന്നു. അടുത്ത ബാക്കി ഭാഗം അടുത്ത എപ്പിസോഡിൽ ചെയ്യാം. നിങ്ങൾ തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യണം, എല്ലാവരിലും എത്തിക്കണം. സുവിശേഷ പ്രചരണം ഇത് ഇങ്ങനെ ഷെയർ ചെയ്തും മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അത് സുവിശേഷ പ്രചരണമാണ്. ധാരാളമായിട്ടുള്ള നന്മകൾ കിട്ടുന്നതാണ്. നമുക്കതിനുള്ള സാഹചര്യങ്ങളുണ്ട്. പള്ളികളിലൊക്കെ വരുന്നവർ, നമ്മുടെ കൂട്ടുകാർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ബന്ധുക്കൾ, അവരെയൊക്കെ ധാരാളമായിട്ട് അറിയിക്കുക, അവരെയൊക്കെ പ്രേരിപ്പിക്കുക, കേട്ട് മനസ്സിലാക്കുന്നതിനുമൊക്കെ, ദൈവത്തെ അറിയുന്നതിന്, ദൈവ ഇഷ്ടം അറിയുന്നതിന് വേണ്ടി അവർക്കത് ഒരു കാരണമാകട്ടെ. ഇതൊക്കെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമീൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.